ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ടെല്ലാണ്. എന്താണ് ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് അല്ലേ. അപ്പൊ ഇതുപോലെ മീനിങ് ഉള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സേ എന്ന് പറയുന്നത്. രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതേക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഋഷീസ് പാലസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസ് അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെല്ലിന്റെ എല്ലാ ഫോംസുകളും ആണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് ടെല്ലിന്റെ ഫസ്റ്റ് ഫോം നോക്കാം. ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് അല്ലെ. അപ്പോൾ ടെല്ലിന്റെ വേറെ രൂപം എന്താണ്? ടെൽസ് ആണ്. ഇത് രണ്ടും ബേസ് ഫോം ആണ് അല്ലെ. അപ്പം ടെൽസ്, ടെല്ല് പറയുക അല്ലെങ്കിൽ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ ശീലങ്ങളൊക്കെ പറയുന്ന സമയത്ത് ടെൽസും ടെല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ടെൽസ് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. അതായത് നമ്മുടെ വെർബ് തുടങ്ങിയ ആ ഭാഗത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് V2 എന്ന് പറയുന്നത് ടോൾഡ് ആണ്. നമ്മളെ ടെല്ലിന്റെ V2 എന്ന് പറയുന്നത് ടോൾഡ് ആണ്. ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ഓക്കെ, പറഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ V3 എന്ന് പറയുന്നത് ടോൾഡ് തന്നെയാണ് കേട്ടോ. ചില വെർബുകൾ ഇങ്ങനെയാണ്, ചില വെർബുകൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മസ്റ്റ് ആയിട്ടും വെർബ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെല്ലിന്റെ V3 എന്ന് പറയുന്നത് ടോൾഡ് ആണ്. V3 നമ്മൾ ഏതിന്റെ കൂടിയായി യൂസ് ചെയ്യാം? ഹാവ് ടോൾഡ്, ഹാസ് ടോൾഡ്. ഓക്കെ, അപ്പോൾ ഹാവ് ടോൾഡ്, ഹാസ് ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഓക്കെ, നമ്മൾ ING ഫോമിലോട്ട് വരുന്ന സമയത്ത് ഈസ് ടെല്ലിങ്, ആം ടെല്ലിങ്, ആർ ടെല്ലിങ് പറയുകയാണ് അല്ലേ. സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഓരോരോ സെന്റൻസും കൂടെ ഇതിന്റെ കൂടെ പഠിക്കാം കേട്ടോ. നമ്മൾ ടെല്ലിന്റെ കൂടെ പറയുന്നത് തന്നെ വാസും വേറും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ്. വാസ് ടെല്ലിങ്, വേർ ടെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? പറയുക, പറയാറുണ്ട് എന്നൊക്കെയാണ്. ഞാൻ സത്യം പറയാറുണ്ട് അല്ലേ, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഞാൻ സത്യം പറയാറുണ്ട്. ഐ ടെൽ ദ ട്രൂത്ത് അല്ലേ, ഐ ടെൽ ദ ട്രൂത്ത്. അവൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് പറയുമ്പോഴോ ഹേ, അവനാണ് സബ്ജക്റ്റ്. ഇവിടെയാണ് നമ്മുടെ ടെൽസ് യൂസ് ചെയ്യേണ്ടത്. എസ് ആഡ് ചെയ്തുള്ള വെർബ് യൂസ് ചെയ്യേണ്ടത്. ഹേ ടെൽസ് സ്റ്റോറീസ് ടു ചിൽഡ്രൻ. അവൻ കുട്ടികളോട് കഥ പറയാറുണ്ട്. ഓക്കെ, അവൾ കഥ പറയുകയാണ്. അങ്ങനെ പറയുമ്പം ഷീ ഈസ് ടെല്ലിങ് എ സ്റ്റോറി, ഷീ ഈസ് ടെല്ലിങ് എ സ്റ്റോറി. പറയുകയാണ്. അവർ കഥ പറയുകയായിരുന്നു. അവരാണ് സബ്ജക്റ്റ്. ദേ വർ ടെല്ലിങ് എ സ്റ്റോറി, ദേ വർ ടെല്ലിങ് എ സ്റ്റോറി. അവർ കഥ പറയുകയായിരുന്നു. ഞാൻ ഇന്നലെ അവനോട് വാർത്ത പറഞ്ഞു. എന്തോ ഒരു വാർത്ത കേട്ടത് പറഞ്ഞു. ഐ ടോൾഡ് ഹിം ദ ന്യൂസ് യെസ്റ്റർഡേ, ഐ ടോൾഡ് ഹിം ദ ന്യൂസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനോട് ന്യൂസ് പറഞ്ഞു, വാർത്ത പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെൽ യൂസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ടോൾഡ്, ഹാസ് ടോൾഡ് ആണ്. അപ്പൊ ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളത് താഴെ കമന്റ് ചെയ്യാട്ടോ. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ടെൽ എന്ന വെർബിന്റെ എല്ലാ ഫോമും അത് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സെന്റൻസുകളാണ് അല്ലെ. അപ്പോ ടെല്ല്, ടെൽസ്, ടെല്ലിങ്, ടോൾഡ്. ഓക്കെ, ഇതാണ് ടെല്ലിന്റെ എല്ലാ ഫോംസും. അതെവിടെ, എപ്പോ, എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇന്ന് പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ ഞാൻ തന്ന സെന്റൻസ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.